ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. അപ്പം നമ്മൾ കേരള PSC ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഓട്ട പ്രദക്ഷിണത്തിലാണ്. അതിൻ്റെ 6ാമത്തെ ദിവസം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പരിശീലനം നടത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടന്റിലേക്ക് കടക്കുന്നതിനേക്കാൾ മുന്നേ എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, ആക്ച്വലി ഐ എം നോട്ട് ഷുവർ എത്ര ആളുകൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നതിനെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ചാനലിനകത്ത് വീഡിയോസിനകത്ത് എനിക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല. പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇൻ കേസ് നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെയുള്ള ഈ ഒരു വീഡിയോ വേണ്ട എങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന കുട്ടികളേ ഉള്ളൂ. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടാണ് ഈ എക്സാമിനെ അവർ കാണുന്നത്, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത്, കുത്തിയിരുന്ന് തന്നെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിപ്പോ എനിക്കിതിനകത്തൊരു റെസ്പോൺസ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, ഇത് ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഇത് യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ വേണ്ട, യൂസ്ഫുൾ അല്ലെങ്കിൽ ഇത് ഒട്ടും യൂസ്ഫുൾ അല്ല, യൂസ്ലെസ് ആണ്, ഇറ്റ്സ് എ കംപ്ലീറ്റ് ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ, സോ ദാറ്റ് എന്താ പറയാ, എനിക്കിങ്ങനെ എൻ്റെ കുറെ ടൈം എനിക്ക് ഇതിൽ നിന്ന് സേവ് ചെയ്യാനായിട്ട് പറ്റും. വേറൊന്നുമല്ല, എനിക്ക് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ട പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സമയം വേസ്റ്റ് ആക്കണ്ട, പിന്നെ എൻ്റെ തമ്പനയിലും കാര്യങ്ങളും, അങ്ങനെ എനിക്ക് ഒരുപാട് ടൈം ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഐ നോ ദാറ്റ്, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് റൂഡ് ഓർ നോട്ട്, ബട്ട് എനിക്ക് റെസ്പോൺസ് കിട്ടാത്തത് കൊണ്ട് ഐ ഫീൽ ലാക്ക് ഓഫ് മോട്ടിവേഷൻ. എനിക്ക് എന്തെങ്കിലും ഒരു മോട്ടീവ് വേണ്ടേ ഇതിനകത്ത്. ഈ വീഡിയോ നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നമ്മുടെ നാളത്തെ 6ാമത്തെ ദിവസം, നാളെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡേ 6. അപ്പം ഞാൻ നേരിട്ട് ഇനി നാളെ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ സബ്ജക്ട്സ്, ഏതൊക്കെ പോർഷൻസ്, ഏതൊക്കെ വീഡിയോസ് കാണണം എന്നുള്ളതിനെ കുറിച്ച് പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഡേ 5, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, കാൽക്കുലസിന്റെ പാർട്ട് 1, അതായത് മാക്സിമം ആൻഡ് മിനിമ വരെയുള്ള കണ്ടന്റ്സ്, ഫങ്ഷൻസ് ഓഫ് എ സിംഗിൾ വേരിയബിൾ, അതായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് പാർട്ട് 2 വീഡിയോ കാണാവുന്നതാണ്. അതിനകത്ത് കാൽക്കുലസിലെ തന്നെ ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ആൻഡ് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ്, ഇവാലുവേഷൻ ഓഫ് ഏരിയ യൂസിങ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ, ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്, then partial derivatives, rate of change, local linear approximations, അതുപോലെ തന്നെ ചെയിൻ റൂൾ വരുന്നുണ്ട്, ടോട്ടൽ ഡെറിവേറ്റീവ് വരുന്നുണ്ട്, കൂടാതെ ഏതാണ് മാക്സിമം ആൻഡ് മിനിമ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇന്റഗ്രൽസ്, പിന്നെ ഇവാലുവേഷൻ ഓഫ് ഏരിയ യൂസിങ് ഡബിൾ ഇന്റഗ്രൽസ്. ഇത് പാർട്ട് 2 വരുന്ന കാര്യങ്ങളാണ്. പാർട്ട് 2 വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു 33 minutes ആണ് വരുന്നത്. പക്ഷെ അതിനകത്ത് ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ എന്ന് പറയുന്ന സോക്കോൾഡ് ആയതുകൊണ്ട് നമുക്കതിനെ മൊത്തത്തിൽ ഞാൻ എന്താ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു 30 minutes ആ കണ്ടന്റ് കണ്ടു തീർക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു 4 hours നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി മാത്രം, ഈ പ്രിപ്പറേഷന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഡേ 5 പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാൽക്കുലസിന്റെ പാർട്ട് 2 കാണണം. ദെൻ ഇപ്പൊ നൈസായിട്ട് അമൃത എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു നമ്മുടെ സൈഡിൽ കൂടെ പോയത്. എന്റെ വീടുള്ളത് ഒരു റെയിൽവേ ട്രാക്കിന്റെ സൈഡിലാണേ. അപ്പൊ ആ സൗണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് നോയ്സ് ആയിട്ട് കേൾക്കുന്നത്. പിന്നെ ഇതൊരു ജംഗ്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ ഹോണടികളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോക്കകത്ത് കാണാറുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലീവ് ഇറ്റ് ഓൾ. അപ്പം പാർട്ട് 2 വീഡിയോ ഏകദേശം ഒരു 30 minutes നിങ്ങൾക്ക് കണ്ടു തീർക്കാനായിട്ട് സാധിക്കും. അത്രയും അതിനകത്ത് നമ്മൾ എക്സാമ്പിൾസ് ഉൾപ്പെടെയുള്ള കണ്ടന്റ്സ് ആണ് ആ വീഡിയോനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. റെലവെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ നോട്ട്സ് നോക്കുക. ദെൻ എന്ത് ചെയ്യണം, നിങ്ങൾ
പിന്നെ നമ്മുടെ മെറ്റീരിയൽ MCQs ട്രൈ ചെയ്ത് നോക്കണം. MCQസിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഇത് പറഞ്ഞേക്കണം. ഈ ഒരു വീഡിയോന്റെ കീഴിലാണെങ്കിൽ നിങ്ങളൊന്ന് ആ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു നിങ്ങൾ മെൻഷൻ ചെയ്യുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ദെൻ നിങ്ങൾ ക്യാപ്സ്യൂളും കൂടെ നോക്കി പോവുക. ഓക്കെ. ദെൻ ഇത്രയായി കഴിഞ്ഞെന്ന് വെച്ചാൽ ഡേ 6 നിങ്ങളുടെ മൊഡ്യൂൾ 2 മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ മൊഡ്യൂൾ 2 നോക്കിക്കഴിഞ്ഞു. ഈ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് കാൽക്കുലസ് ആണ്. എത്ര മാർക്കാണെന്ന് അറിയോ? 12 മാർക്സ് ആണ്. സോ നാളെ നിങ്ങൾ ഇത് കാൽക്കുലസ് വരെയുള്ളത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മൊഡ്യൂൾ 1 8 മാർക്സ് ആണ് ലീനിയർ ഓൾജിബ്രയ്ക്ക് വരുന്നത്. പ്ലസ് 12 എത്ര മാർക്കായി നമുക്ക്? 20 മാർക്സ് ഓഫ് മാത്തമാറ്റിക്സ് ഔട്ട് ഓഫ് 40 മാർക്സ്. ടോട്ടൽ 40 മാർക്സ് ആണ് മാത്സിന് വരുന്നത്. ഓക്കെ. അത്രയും നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, ഇനി നമുക്ക് നേരെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലേക്ക് പോവാം. എഞ്ചിനീയറിംഗ് കെമിസ്ട്രിക്കകത്ത് നമ്മൾ ഇന്ന് തീർക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് മൊഡ്യൂൾ 2 തന്നെ തെർമൽ അനാലിസിസ്, അതിനകത്ത് പ്രിൻസിപ്പൽ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് TG ആൻഡ് DTA ആയിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്, അതായത് ക്രൊമാറ്റോഗ്രഫി, അതുപോലെ തന്നെ സെം അങ്ങനെ 2 ടോപ്പിക്സ് സിലബസിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ടിനും 2 വീഡിയോസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കെമിസ്ട്രിയുടെ മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ ക്രൊമാറ്റോഗ്രഫിക്കകത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് കോളം ക്രൊമാറ്റോഗ്രഫി, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ആൻഡ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി. സോ ഇതൊരു 15 മിനിറ്റ്സിന്റെ വീഡിയോയെ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വരുന്ന സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വിച്ച് ഇസ് സെം. അത് നമ്മൾ 5 മിനിറ്റ്സിൽ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. സോ 15 മിനിറ്റ്സിൽ നമ്മുടെ എങ്ങനെ ഈ ഒരു ക്ലാസ്സസ് എല്ലാം 15 മിനിറ്റ്സിൽ വന്നു എന്ന് ചോദിച്ചാല് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ കണ്ടന്റ്സ് റിപ്പീറ്റ് ചെയ്ത് പറയുകയോ ചെയ്ത് വീഡിയോന്റെ ലെങ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടില്ല. ഇൻ കേസ് അങ്ങനെ വരുന്ന സമയത്ത്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് വരാറുണ്ട്. അന്നേരം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കണ്ടന്റ് അങ്ങനെ തന്നെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന 15 മിനിറ്റ്സിന്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെയാണ് ലെങ്ത് വരിക, ഡ്യൂറേഷൻ വരുന്നത്. അതാണ് നമ്മൾ 15 മിനിറ്റ്സിലേക്ക് വേണ്ട പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ചുരുക്കി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് നോക്കാം, MCQs നോക്കാം, ദെൻ നിങ്ങൾ ക്യാപ്സ്യൂൾ നോക്കി വെക്കാം, കണ്ടന്റ്സ്. ആൻഡ് ദെൻ കമ്മിങ് ടു എഞ്ചിനീയറിംഗ് ഫിസിക്സ്. എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ മൊഡ്യൂൾ 2. ഇനി എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിൽ നാളെ ഈ 2 ടോപ്പിക്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ടോപ്പിക്കും കൂടെ ബാക്കിയുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഡേ 7ലേക്ക് വെക്കാം. അത് ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല പഠിക്കാനായിട്ട്. 15 മിനിറ്റ്സിനുള്ള വീഡിയോ കെമിസ്ട്രിയുടെ അത് നിങ്ങൾ കണ്ട് അതിനുള്ള കണ്ടന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. ആൻഡ് കമ്മിങ് ടു എഞ്ചിനീയറിംഗ് ഫിസിക്സ്, അത് മൊഡ്യൂൾ 2 തന്നെയാണ്. മൊഡ്യൂൾ 2 നാളത്തേക്ക് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതായത് സെമി കണ്ടക്ടേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഫിനിഷ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നാളെ നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 12 മിനിറ്റ്സ് ഉള്ള ഒരു വീഡിയോ ആണ് ഈ സൂപ്പർ കണ്ടക്ടേഴ്സിന് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ. നിങ്ങൾ ഇത് റിപ്പീറ്റഡ്ലി കണ്ടാൽ പോലും കുട്ടികളെ, ഈ 10 മിനിറ്റിന്റെ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റഡ്ലി കണ്ടാൽ പോലും നിങ്ങൾക്ക് 20 മിനിറ്റ്സേ നിങ്ങൾക്ക് എന്താവുള്ളൂ, വേസ്റ്റ് ആവുള്ളൂ. ഇൻ കേസ് നിങ്ങൾ ഫ്രണ്ടിൽ നോട്ട് വെച്ചിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നോട്ട്സിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോവാം. വീഡിയോന്റെ പേസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിലും ഡിക്രീസ് ചെയ്യണമെങ്കിലും ഉള്ള ഓപ്ഷൻസ് ഏതിനകത്തുണ്ട്? യൂട്യൂബിനകത്തുണ്ട്. ഓക്കെ. അതെല്ലാം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പം എഞ്ചിനീയറിംഗ് ഫിസിക്സ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂള് നാളെ ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡേ 6ലേക്ക് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു ഷെഡ്യൂള് നമ്മുടെ 25 ഡേയ്സ് സ്പ്രിംഗ് വിത്ത് ക്ലിക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഡേ 5 ആയിട്ടുള്ളൂ,
അപ്പം അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ഓർ ലൈക്ക് or at least say that this is just a waste of time. Don't waste our time doing these kind of things. അങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിനി നെക്സ്റ്റ് സീരീസ് ഡേ 7 തൊട്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമുക്കിനി ടൈം വേസ്റ്റ് ചെയ്യാനില്ല. കുറച്ച് ദിവസങ്ങൾ നമ്മൾ സീരിയസ് ആയി സ്ട്രെയിൻ ചെയ്തേ പറ്റൂ. സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടന്റ്സ് ഫോക്കസ് ചെയ്ത് പ്രസൻസ് ഓഫ് മൈൻഡ് പഠനത്തിൽ മാത്രമാക്കി ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം അങ്ങോട്ടേക്ക് നീക്കി വെച്ച് നമ്മളിത് പഠിക്കണം. നമുക്കിത് കിട്ടിയേ തീരൂ. ആ ഒരു വിൽ പവറോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ? അപ്പോൾ നല്ല രീതിയിൽ എല്ലാവർക്കും പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും സാധിക്കട്ടെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതാത് വീഡിയോസിന്റെ താഴെ ചോദിക്കുക. നമ്മൾ എല്ലാ കമന്റ്സിനും നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഈവൻ ചില കേസസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുള്ള റിപ്ലൈസ് ആണ് കൊടുക്കുന്നത്. എന്തായാലും നമ്മൾ കമന്റ്സിനെല്ലാം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കമന്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അറിയുമായിരിക്കും. അപ്പോ നാളത്തെ വീഡിയോയില് നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ.